ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ പുടു പറയുന്നത് പുടു കൂടെ ഷൂട്ട് ചെയ്യാൻ പുടു ഐ വോണ്ട് ടു ഷൂട്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് എൻ്റെ ബാക്കിൽ അയ്യോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നാൽ മിണ്ടാതെ ഷൂട്ട് ചെയ്യാം. ഷൂട്ടിങ് എന്ന് പറഞ്ഞാലേ ഒന്നും എടുക്കരുത്, മിണ്ടാതെ നിൽക്കണം. ഷൂട്ടിങ് എന്തോ ഷൂട്ടിങ് ഒക്കെ ഇപ്പൊ കൃത്യമായിട്ട് അറിയാം. ഷൂട്ടിങ് അമ്മാമ്മയുടെ ഷൂട്ടിങ്, പുടു ഷൂട്ടിങ്. ഓക്കെ, പുടുവിനും ഷൂട്ടിങ്, പുടു ഷൂട്ടിങ് ഓക്കെ പുടു ഷൂട്ടിങ് യെസ് സമ്മതിച്ചു. അതാകുമ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ. ബേബി ഷൂട്ടിങ് ആ ബേബിയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ. ഓക്കെ ശരി, ഇനി അമ്മ ഷൂട്ടിങ്. ഓക്കെ ബേബി ഷൂട്ട് ചെയ്തു എന്റെ മോളെ. കാല് താഴെ വെച്ച്. ഓക്കെ കാലു അമ്മമാരുടെ കാലു പോവും. ഓക്കെ Okay, what do you want? Fire. Fire ഒന്നും തൊട്ടൂടാ. It's dangerous. No fire. No fire. No fire. Fire is dangerous. Okay, it's dangerous. Okay, മോള് പോയി കളിക്ക്. We go and play with Abby. Okay? Yes. Please, baby. അങ്ങനെ നമ്മുടെ പുടുമോള് തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ് കളിക്കാനായിട്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഷൂട്ടിങ് ഈ കുഞ്ഞ് ജനിച്ച നാളോട്ട് കാണുന്ന കാര്യമാണല്ലോ. ഷൂട്ട് ചെയ്യുന്നു, അമ്മമ്മ ഷൂട്ട് ചെയ്യുന്നു, അമ്മമ്മ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അപ്പോൾ അത് ഷൂട്ടിംഗ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മനസ്സിലായി വരികയാണ്. വീഡിയോ ഫോട്ടോ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഷൂട്ടിങ് പുടു ഓൾസോ ഷൂട്ടിങ്. ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞ അമ്മമ്മ ഷൂട്ട് ചെയ്യാൻ പോയിക്കോട്ടെ. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് കൂടെ വരും പുടു ഓൾസോ ഷൂട്ടിങ്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ, ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡിന്നർ ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു നല്ലൊരു എന്താ പറയുക, നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. വൈനോട്ട് അതുകൊണ്ട് ഷൂട്ട് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 5 വർഷം മുന്നേ ആലു പൊറാട്ടയുടെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ആ ആലു പൊറാട്ടയ്ക്ക് പകരം നമുക്ക് മിനി ആലു പൊറാട്ട ഉണ്ടാക്കിയാലോ. കുട്ടി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മിനി ആലു പൊറാട്ട. ഓക്കെ, ആലു പൊറാട്ടാസിൻ്റെ അതിൻ്റെ ഒരു സ്മോളർ വേർഷൻ, കുറച്ചുകൂടെ ഡിഫറെൻറ്റ് ഒരു രീതിയിൽ. അത് നമ്മൾ മസാലയൊക്കെ വഴറ്റി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ വഴറ്റി, ഇതിൽ റോ ആയിട്ട് തന്നെ നമുക്കെല്ലാം കട്ട് ചെയ്തിടാം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. അതിലിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഓൾറെഡി 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി എല്ലാം എടുത്ത് വെച്ചിരിക്കണോ, അരിഞ്ഞില്ല, അത് ഞാൻ മാവ് കുഴച്ച് കഴിഞ്ഞിട്ട് അരിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവ് അളന്ന് വെച്ചിട്ടുണ്ട്. ഇത് പൊടി മാറ്റി വെച്ചിരിക്കുന്നു, പരത്തുന്ന സമയത്ത് എടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ച് അത് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് കുഴച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഇച്ചിരി മാവും കൂടിയൊക്കെ തളിച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കുഴച്ചെടുക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന സെയിം മെത്തേഡ് തന്നെ, അതിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇത് പരത്താനായിട്ട് ഞാൻ ഇച്ചിരി എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. പിന്നെ ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ ഒഴിക്കുന്നത്, സാധാരണ വെള്ളം. ഞാൻ എപ്പോഴും ചപ്പാത്തിക്ക് സാധാ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം പൈപ്പിൽ ചൂടുകാലം ആയതുകൊണ്ട് പൈപ്പിൽ വരുന്ന വെള്ളത്തിനൊരു ചൂടുണ്ട്. തണുത്തല്ല, പിന്നെ ഇനി ഐസ് വാട്ടർ എടുത്ത് ഒഴിക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ ആക്കിയിട്ട് കാണുന്നുണ്ടല്ലോ. ഇനി കുറച്ച് എണ്ണ ചേർക്കാം. എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴയ്ക്കാം. ഇതൊരു റഫ് കുഴക്കലാണ് ആദ്യം ചെയ്യുന്നത് നമ്മൾ. ഇത് ശരിക്കും ഒരു കപ്പ് വെള്ളമാണ് ഇപ്പം ഞാൻ എടുത്തത് അളവ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഓക്കെ, ഇനി ഇച്ചിരി എണ്ണയും കൂടി ചേർത്തിട്ട് കുഴയ്ക്കാം. 1 ടേബിൾ സ്പൂൺ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റൈസ് ബാൻ ഓയിലാണ്, സൺഫ്ലവറിനെക്കാട്ടിലും കൂടുതൽ. പിന്നെ വെളിച്ചെണ്ണ അത്യാവശ്യം നാടൻ നമ്മുടെ ഭക്ഷണത്തിനെല്ലാം താളിക്കാൻ, അല്ലെങ്കിൽ മീൻ വറുക്കാൻ, അങ്ങനെയല്ല. റൈസ് ബാൻ ഓയിലാണ് അല്ലാണ്ട് ഉപയോഗിക്കുന്നത്, തവിടിൽ നിന്നുള്ള എണ്ണ. അത് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് കുഴച്ചിട്ട്, മാവ് എപ്പോഴും സോഫ്റ്റായിട്ടേ നമ്മൾ കുഴയ്ക്കാവുള്ളൂ, ഹാർഡാവാനേ പാടില്ല. ഒരു അല്പം സമയം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കുഴയ്ക്കാം. കുറച്ചൊന്ന് സെമി ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അഡീഷണലായിട്ട് കുറച്ച് മാവ് ഇച്ചിരി കൈ കൊണ്ടിട്ടിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇച്ചിരി ലൂസാക്കിയിട്ട് പിന്നെ ഇച്ചിരി മാവും കൂടി ഒഴിച്ചിട്ട് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് സോഫ്റ്റ് ആയിരിക്കും വേണം, കയ്യിലൊട്ടാനും പാടില്ല. യെസ്, ദിസ് ഇസ് ഇറ്റ്. മതി. ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കറക്റ്റാകും. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് നീഡ് ചെയ്യണം. ഒരു 10 മിനിറ്റ്. കുറച്ച് ഇഞ്ചി, പച്ചമുളക്,
ഇത് രണ്ടൊന്നും അരിഞ്ഞ സവാള ഇത്രയൊന്നും പെട്ടെന്ന് അരിയാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ആകാം. സവാള 2 എണ്ണം, പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് 3 4. ഇപ്രാവശ്യം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ ചേർക്കുമ്പോൾ 3-4 എണ്ണം ചേർക്കുക, 3 to 4. ഇവിടെ ഇപ്പോൾ പൊടുവിനും കൂടെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാനൊരു പക്ഷേ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചുകൂടെ കുറയ്ക്കും. കുറച്ചുകൂടെ ചെറുതായിട്ട് വേണമെങ്കിലും അരിയാം. ഞാൻ ഒരു പക്ഷേ പൊടുവിന് കൊടുക്കുന്ന പീസിൽ ഇതുണ്ടെങ്കിൽ എടുത്ത് മാറ്റാനുള്ള സൗകര്യാർത്ഥമാണ് ഇങ്ങനെ അരിയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ 2ആയിട്ട് മുറിച്ചിട്ട് അല്ലെങ്കിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടല്ല. എരിവിനനുസരിച്ചിട്ട് 3 to 4. അടച്ചു വെച്ചിരിക്കുമായിരുന്നു, അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് നീതിയാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുളകൾ ഉരുട്ടി പരത്തി തുടങ്ങാം. നല്ല സോഫ്റ്റ് കയ്യിലിങ്ങനെ ഇട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ നമ്മാനും പാടാം. കയ്യിലൊട്ടുമൊന്നുമില്ല. പിന്നെ കയ്യിൽ വേണമെങ്കിൽ ഇച്ചിരി എണ്ണ ലാസ്റ്റ് ഒന്ന് കയ്യിൽ തൊട്ടിട്ടിങ്ങനെ ലാസ്റ്റ് ചെയ്താലും നല്ലതാണ്. ഓക്കെ, ആലു പൊറോട്ടയ്ക്ക് വേണ്ട ഫില്ലിങ്ങിന് ഇത് ശരിക്കും 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. ഒരുപാട് വലുതല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തു. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താലും മതി. നന്നായിട്ട് വേവിച്ചു, കുക്കറിൽ വെച്ച് വേവിച്ച് അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റി നന്നായിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, 1-1.5 വരെ ആകാം, പ്രശ്നമില്ല. റോ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്നത്. പിന്നെ പച്ചമുളക് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റിക്കോളൂ അളവ്. സവാള അതും 2 എണ്ണം ചെറുതായി അരിഞ്ഞത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ്, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയോ നല്ല ജീരകമോ ചേർക്കാം. പിന്നെ ചില ആൾക്കാർ അവിടെ മുളക് പൊടി അത് ചേർക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും. ഉപ്പ് ചേർക്കണം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ മല്ലിയില അരിഞ്ഞത് ചേർക്കണം. എനിക്ക് ആക്ച്വലി ഇതിനകത്ത് ജീരകത്തിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഒരു ഒറിജിനാലിറ്റി വരണമെങ്കിൽ അങ്ങനെ വേണം. നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നൊരു മെത്തേഡാണെങ്കിൽ ആലു പൊറോട്ടയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർക്കും. ജീരകമാണ് അവർക്ക് പ്രധാനം. അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകം ഇട്ടോളൂ കേട്ടോ. 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകമാണെങ്കിൽ 1 ടീസ്പൂൺ ഇടാം, ഹോൾ ജീരകമാണെങ്കിൽ. ചിലർ മസാലയുടെ ഒരു മണം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ അത് വിടും. കുറച്ച് ഇംപ്രവൈസേഷൻസ് വേണമെങ്കിൽ തന്നെ കസൂരി മെത്തി വേണമെങ്കിൽ പൊടിച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല. അത് ഒരു ടേസ്റ്റാണല്ലോ. ശരി, ഉപ്പ് നോക്കട്ടെ. കറക്റ്റ്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും. അപ്പം ജീരകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, ആ ഫ്ലേവർ നിർബന്ധമായിട്ട് സത്യം പറഞ്ഞാൽ ഇതിനാവശ്യമാണ്. പിന്നെ ഓമമൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്, പിന്നെ മുളക് പൊടി ചേർക്കുന്നവരുണ്ട്. പിന്നെ അത് ഇച്ചിരി നാരങ്ങാനീരും കൂടി ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ചെയ്യും. ഒരു 1/2 നാരങ്ങയുടെ നീര് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും ബോൾസ് ഉരുട്ടിയെടുത്തിട്ട് ഒരേ സൈസിലുള്ള എടുക്കാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് പരത്താം. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യാം. ആദ്യം 2 ബോൾസ് എടുക്കാം, ഉരുട്ടിയെടുക്കാം. പറ്റുന്ന പോലെ ഒരേ സൈസിലെടുക്കാൻ നോക്കാം. പരത്തി തുടങ്ങാം. അത്യാവശ്യം ഒരു വലിപ്പം ഉണ്ടാവണം. നമ്മളൊരു മിനി ആലു പൊറോട്ടയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇത് വലിപ്പം കാണുമ്പോൾ ഇതെങ്ങനെ മിനിയല്ലേ, ഇത് മിനിയായി മാറുന്ന കാഴ്ചയാണ് അടുത്തത്. ഓക്കെ, പറ്റുന്ന പോലെ ഒരു റൗണ്ട്. ഇനി അടുത്തതും കൂടി പരത്താം. സോ രണ്ടാമത്തെ ബോളും ചപ്പാത്തി ബോൾ.
രണ്ടുപേരും തമ്മിൽ ആ സൈസ് ഡിഫറൻസ് എത്ര ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, ഏകദേശം ഓക്കെയാണ്. ഇറ്റ്സ് ഓക്കെ. ഇനി ഫില്ലിങ് വയ്ക്കാം. അപ്പോൾ നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഫില്ലിങ് ഒരു സ്പൂണും കൂടി വെച്ചിട്ട് പരത്തി സെറ്റ്. പറ്റുന്ന പോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ചപ്പാത്തി വെച്ചിട്ട് സൈഡ്സ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് മാവ് ഇങ്ങനെ തട്ടിക്കൊടുക്കട്ടെ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഒരുപാട് വേണ്ട, സൈഡ്സ് ഒന്നിങ്ങനെ ആക്കട്ടെ. എന്നിട്ടൊരു കാര്യം ചെയ്യണം, നമ്മൾ പരത്തുന്നില്ല ഇപ്പോൾ. ഇനി ആണ് അടുത്ത പരിപാടി. ഇത് മിനി പറാട്ടാസ് ആക്കണമല്ലോ. ഇങ്ങനെ ഓരോന്നിനെയും റോൾ ചെയ്യാം. Rolling is like this, okay. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നിനെയും ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യും. ഇനി ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഇങ്ങനെ മാറ്റാം. അതുപോലെ ഈ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ തൽക്കാലം ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റാം. യെസ്, എത്ര പൊറാട്ടാസാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയേ. വാവ്, നൈസ്. കുറച്ച് കൂടുതൽ എണ്ണ കിട്ടുമല്ലോ. ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ കുറേ ഉണ്ടാക്കാൻ പോവാണ്. ഇനി ഒന്ന് പരത്താം. ഓക്കെ, കുറച്ച് മാവ് കൊണ്ട് ഇതിലേക്ക് ഇടുന്നു. ഒരുപാട് തിന്നാക്കണ്ട, നമുക്ക് ഫില്ലിങ് വേണമല്ലോ. ഓക്കെ, ഈ രീതിയിൽ പരത്തിയെടുക്കാം. നമ്മുടെ ആലു പറാട്ട ഈസ് ഗെറ്റിംഗ് റെഡി. ഇതിപ്പോൾ നമ്മുടെ കേരള പൊറോട്ട പോലെ ഉണ്ടല്ലേ. ഈ രീതിയിൽ എടുക്കാം. ഓക്കെ, ഒത്തിരി ഫ്ലാറ്റാക്കി പരത്തണമെന്നില്ല, അതിന് വലിപ്പം അനുസരിച്ചിട്ട്. ഓക്കെ, ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ. ഓക്കെ, നമ്മുടെ കുട്ടി പൊറാട്ടാസാണ്. ഓക്കെ, സൈഡ്സ് ഇങ്ങനെ. ഓക്കെ, ഇത് ഏറ്റവും കുട്ടിയാണ്. നടുക്ക് ഭാഗത്ത് അങ്ങനെ ഒരുപാട് പ്രസ് ചെയ്യണ്ട, നമ്മൾ സൈഡ്സ് കുറച്ച് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ മിനി ആലു പറാട്ടാസ് ഇസ് ഗെറ്റിംഗ് റെഡി. കൈകൊണ്ട് ഇങ്ങനെ തട്ടിയാലും മതി കേട്ടോ. ഓക്കെ, അങ്ങനെ മതി, ഒരുപാടങ്ങ് പരത്തണ്ട. ഓക്കെ, ഏകദേശം ഒരു 8 മിനി ആലു പറാട്ടാസ് റെഡിയാണ്. ഇനി ബാക്കിയുണ്ട്. ഇതുപോലെ എനിക്ക് തോന്നുന്നു മാവിൻ്റെ ഒരളവ് വെച്ചിട്ട്
വീണ്ടും ഒരു 1 2 എഗെയിൻ ഒരു 8, പിന്നെ ഒരു കുറച്ചുകൂടെ ചെറുത് കിട്ടും. ഓക്കെ, ഒരു 10 12 13 കുട്ടി ആലു പൊറാട്ടാസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ഫ്രൈയിങ് പാൻ പോലെ ഒരു സോസ് പാന്, ദോശക്കല്ലും ആകാം, ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 5 വർഷം മുമ്പ് ഒരു ആലു പൊറാട്ട ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഞാൻ ഇപ്പോൾ കയറി വീണ്ടും ഒന്ന് നോക്കി കേട്ടോ. കാര്യം അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ച കാര്യമാണല്ലോ. അത് ഞാനൊന്ന് വിചാരിച്ചു എന്താ അന്ന് ഉണ്ടാക്കിയെന്ന് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ. അപ്പോൾ കുറേ ഒരു 6 മാസം 3 മാസം 3 വർഷം മുമ്പുള്ള കമൻറ്റ്സ് പോലും ചിലതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു എന്തിനാ ഇങ്ങനെ വിളിച്ചു നീട്ടി സംസാരിക്കുന്നത്, അപ്പോൾ അതൊക്കെ കാര്യം പറഞ്ഞാൽ പോരെ എന്നൊക്കെ. അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഷോർട്ട് വീഡിയോസ് മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ വീഡിയോസ് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കുറച്ച് എക്സ്പ്ലനേറ്ററി ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റണം. കുക്കിങ്ങിനെ കുറിച്ച് യാതൊന്നും അറിയാത്തവർ പോലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാനൊരു പഠിപ്പിക്കുന്ന രീതി തന്നെയാണല്ലോ ഞാൻ ഫോളോ ചെയ്യുന്നത് പണ്ട് തൊട്ട്. അതുകൊണ്ടാണ് ഇച്ചിരി ലെങ്തി ആകുന്നത്. അതിന് പരാതി പറയേണ്ട ആവശ്യമുണ്ടോ അല്ലേ? പരാതി പറയുന്നവർ അത് കാണണ്ട. അങ്ങനത്തെ ഷോർട്ട് വീഡിയോസ് ഒരുപാട് പേര് ചെയ്തിടുന്നുണ്ടല്ലോ, അവരുടെ കണ്ടാൽ മതിയല്ലോ. അങ്ങനെ എനിക്ക് തോന്നിയ കാര്യമാണ്. എനിക്ക് ചിരി വന്നു ആക്ച്വലി അത് കണ്ടിട്ട്. അപ്പോൾ പിന്നെ അതുപോലെ അതിൽ നമ്മൾ വഴറ്റിയൊക്കെ ചെയ്ത്, ഇതിലിപ്പോൾ റോ ആയിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് ജീരകത്തിൻ്റെ പ്രസൻസ്. പിന്നെ ചില ആൾക്കാർ മുളക് പൊടി ഇടും. അത് അകത്തെ ഫില്ലിങ് യെല്ലോ ആയിരിക്കില്ല, ചെറിയൊരു ഓറഞ്ച് കളറായിരിക്കും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് പറയുന്നത് കേട്ടോ അവിടുത്തെ ആൾക്കാർ. പിന്നെ ഓമോ ഇടുന്നവരുണ്ട്. മസാല പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതിടും. പിന്നെ ഞാനിപ്പോൾ നാരങ്ങാനീര് ഇതിൽ ചേർത്തിട്ടുണ്ട്, അവർ നാരങ്ങാനീര് ചേർക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പല കോമ്പിനേഷൻസിൽ ചെയ്യും. ഓക്കെ, ഇനി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പാത്രം ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഇതിലിപ്പോൾ ഇച്ചിരി നെയ്യ് കൂടുതൽ ഞാൻ ഒഴിക്കുന്നു. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുക്കാം. ഇത് കുട്ടി ആയതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, നോക്കിക്കോളൂ. 1. അതേസമയം നമുക്കിപ്പോൾ അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് 2-3 എണ്ണം പറ്റും. ഇത്ര നീ വേണമെന്നില്ല കേട്ടോ, ഞാൻ ഇച്ചിരി കൂടിപ്പോയി വെച്ചു. ഇനി ചുട്ടെടുത്തിട്ട് പിന്നെ ഇതേ നെയ്യിൽ തന്നെ ബാക്കിയും കൂടി ചെയ്യാം. എൻ്റെ പകുതി നെയ്യ് മതി കേട്ടോ. ഞാൻ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷത്തിൽ ഒഴിച്ചപ്പോൾ കൂടിപ്പോയതാണ്. സൈഡിൽ നിന്ന് ഇങ്ങനെ തിരിച്ച്. വാവ്, അടിപൊളി. ഒരു ലാച്ച പൊറാട്ടയൊക്കെ ചെയ്ത പോലെ തോന്നുന്നല്ലേ? യെസ്, ദിസ് ഈസ് അവർ ആലു പൊറാട്ട. അപ്പോൾ ഒറ്റ സൈഡ് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മാറ്റാം. സോ ദ ഫസ്റ്റ് വൺ ഞാൻ മാറ്റുന്നു. അടുത്ത ആളിനെ മാറ്റാൻ വേണമെങ്കിൽ. അയ്യോ കിടന്ന് ഓടുകയാണല്ലോ. നല്ലതായിട്ട് മുടിഞ്ഞ് വന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഓൾസോ റെഡി. ഇനി അടുത്ത 3 എണ്ണം. ഇത് 2 എണ്ണത്തിനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. ഇത് അത്രയും നെയ്യില്ല, നെയ്യ് കുറച്ചു. നമ്മുടെ ആ 3 പൊറോട്ടയും നെയ്യെല്ലാം കൊണ്ടുപോയി. ഓക്കെ, ഇനി ഇത് 2 റെഡി ആകട്ടെ. ഇത് ലെസ് നെയ്യാണ് എങ്കിലും നമുക്കൊന്ന് വേണമെങ്കിൽ എൻ്റെ മേളിലായിട്ട് ഇങ്ങനെ തടവി കൊടുക്കാം. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് നിറച്ച് വെണ്ണയൊക്കെ ഇട്ട് കഴിക്കുന്നതല്ലേ ഏറ്റവും ടേസ്റ്റ്. ദാറ്റ് വിൽ ബി യമ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആലു പൊറാട്ട. അപ്പോൾ തിരിച്ചിട്ടു 2 സൈഡും. ആ സൈഡിൽ നെയ്യിട്ടു. അപ്പോൾ ഞാൻ ഈ നെയ്യൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ അത്രയൊന്നും ചെയ്യണം നിർബന്ധമില്ല. ഞാൻ ഒരു നെയ്യ് ബട്ടറിൻ്റെ ഒക്കെ ഒരു ഫാനാണ്. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇങ്ങനെ ഈ രീതിയിൽ ഞാനിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ പരത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മിനി ആലു പൊറാട്ട ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇത് ആക്ച്വലി പറഞ്ഞാൽ ആ മാവിൽ നിന്ന് ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഏതാണ്ട് ഒരു 10-18 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും ഇതുപോലെ. കൂടുതലും മീഡിയം സൈസും വലുതും. തീരെ ചെറുത് 2-3 എണ്ണം. ഈ അറ്റത്തുള്ള പീസ് മാത്രമേ ഉള്ളൂ ചെറുതായി വരുന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. മോർ ദാൻ 18 പീസസ്, ഒരു 20 പീസ് വരെ നമുക്കൊന്ന് പ്ലാൻ ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന കേസാണ്. അപ്പോൾ ഇനി ഒരു 3-4 എണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുള്ളൂ. ഓക്കെ, ഇതിൻ്റെ കോമ്പിനേഷൻ ഇസ് ലൈക്ക് എപ്പോഴും നമ്മൾ ആലു പൊറാട്ട കഴിക്കുന്നത് നല്ല കട്ട തൈര്, പിന്നെന്താ
അതിൻ്റെ കൂടെ നല്ലൊരു അച്ചാർ, പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കഷ്ണം നല്ല ബട്ടറും കൂടെ ഇട്ട് കഴിച്ചാൽ ഗംഭീരം. ഇതിപ്പോൾ ഞാൻ നെയ്യിലിങ്ങനെ പൊതിഞ്ഞാണ് എടുത്തിരിക്കുന്നത്, ബട്ടറിന് പ്രസക്തിയില്ല. എന്നാലും കഴിക്കുന്ന സമയത്ത് ആ ചൂട് ആലു പൊറാട്ടയിൽ ഇച്ചിരി ബട്ടറും ആ തൈരും അച്ചാറും ചേർത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിലേ, പഞ്ചാബീസ് അവരെല്ലാം ആണെങ്കിലും പച്ചമുളകും കൂടെ അതിൻ്റെ സൈഡിൽ ഒരു പ്രത്യേക ടൈപ്പ് മുളകുണ്ടല്ലോ, അത് കടിച്ച് എനിക്കതൊന്നും പറ്റില്ല കേട്ടോ. എനിക്ക് പക്ഷേ പൊതുവേ സ്പൈസി, ഭയങ്കര സ്പൈസി ഇഷ്ടമല്ല. മറ്റേ മീഡിയം സ്പൈസിയുടെ ആളാണ് ഞാൻ. എനിക്ക് കൂടുതൽ എരിവ് കഴിച്ചാൽ കണ്ണിന്ന് വെള്ളം വരും, ജലദോഷം പോലെ ആകും, ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി റോ ആയിട്ടാണ് ഇട്ടിരുന്നെങ്കിലും അതിങ്ങനെ ചൂടായി വരുമ്പോൾ അതിൻ്റെ ആ കളർ ഇതിലേക്ക് കിട്ടും. അതാണ് ഒരു ചെറിയൊരു യെല്ലോ കളറിൽ വരും. നെയ്യ് ഒരുപാട് ആദ്യം ഒഴിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇച്ചിരി തടവി കൊടുക്കുന്നതേ ഉള്ളൂ, അതിങ്ങനെ സ്പ്രെഡ് ആയിക്കോളും. അങ്ങനെ നമ്മുടെ മിനി ആലു പറാട്ടാസ് റെഡി. മിനി എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഇതും ഒരു മിനിയാണ്, ഇതും ഒരു മിനിയാണ്, പലതും പല സൈസാണ്. ഓക്കെ, ഇത് ഈ മീഡിയം, എല്ലാം പക്ഷേ ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതെല്ലാം നല്ല ചൂടുണ്ട്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കിയിരിക്കുന്നുണ്ട് ചൂടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കഴിക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാം. ഞാനൊരു ലാസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിച്ച് കാണിക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഇത് കട്ടത്തൈര് കട്ടോരിയിൽ എടുത്തിട്ടുണ്ട്. തൈര്, പിന്നെ വെണ്ണയുണ്ട്, ഇത് നാരങ്ങയുടെ അച്ചാറാണ് കേട്ടോ. ചൂടോടുകൂടി ദേ പ്ലേറ്റിലേക്ക് ഇപ്പോൾ തൽക്കാലം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പച്ചമുളക്, ഒരു സവാളയുടെ ഒരു ചെറിയ പീസ്, ഇതെല്ലാം കൂടി വെച്ച് കഴിക്കുമ്പോൾ വേറൊരു ലെവലാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടറിൻ്റെ ഒരു പീസ്. വാവ്, ഇതാണ് കോംബോ. കഴിക്കട്ടെ. വാവ്, അയ്യോ എന്താ സ്വാദ് എൻ്റെ അമ്മേ. ഇതിനകത്തേക്ക് തൈരൊക്കെ ഇങ്ങനെ വെച്ച് കഴിക്കാം കേട്ടോ. ആൻഡ് അച്ചാർ, സൂപ്പർ ടേസ്റ്റ്. അല്ല, 1.5 ഉള്ളി, അടിപൊളി മിനി ആലു പറാട്ട. ഇതാണ് മറ്റേതിൻ്റെ കാട്ടിൽ കുറച്ചുകൂടെ ടേസ്റ്റ്. ഇപ്പോൾ മുളക് കടിക്കാം, പക്ഷെ എനിക്ക് വേണ്ട കേട്ടോ. പെട്ടെന്ന് കഴിക്കാം, 3 or 4 ഒക്കെ കഴിക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്യാം, ഇഷ്ടം ഗംഭീരമാണ്. ഇതിലെ കുട്ടി ആലു പറാട്ട ഞാൻ പുടുവിന് വേണ്ടിയാണ് കേട്ടോ, പുടുവിന് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്, അടിപൊളിയാണ്. കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.